മതം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷം. ദൈവത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന രാജ്യം. ഇത്രയധികം വിദ്യാഭ്യാസം നേടിയിട്ടും ഏത് മേഖലയിൽ മുന്നോട്ട് കുതിച്ചു പായുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര മൊത്തം അധിഷ്ഠിതമായിരിക്കുന്നത് മതത്തിലൂന്നിയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നാം എന്താണോ, നമ്മുടെ രാജ്യം എന്താണെന്നോ മനസ്സിലാക്കാതെ മുന്നോട്ട് കുതിച്ചു പോകുമ്പോഴും നമ്മൾ നിൽക്കുന്ന നമ്മുടെ സംഘടന അല്ലെങ്കിൽ നമ്മുടെ ജാതി അത് വളരണം, അത് മുന്നോട്ട് വരണമെന്ന് ഏതോ ശക്തികൾ നമ്മളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ അതാണ് സത്യം എന്ന് മാത്രം ചിന്തിച്ച് വെറും ഒരു അണികൾ മാത്രമായി ഇതെല്ലാം തലയിലേറ്റി ഓരോ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നതും വിശ്വസിച്ച് ഇപ്പോഴും അവർക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച് മതമാണ് വലുത് എന്നുള്ള വിദ്വേഷം വളർത്തി സഹോദരങ്ങൾ തമ്മിലും സാഹോദര്യം നഷ്ടപ്പെട്ട് ഇന്ത്യ എന്ന വികസ്വര രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രത്തിലേക്ക് മുന്നേറുമ്പോഴും ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇന്നും ക്രൈസ്തവനും മുസ്ലിമാനും ഹിന്ദുവും എല്ലാം തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ മതം പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ചിന്താഗതികൾ മാത്രം കാണുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് അടിസ്ഥാനം? നമ്മെ ഭരിക്കുന്നവരും ഇനി ഭരിക്കാൻ വരുന്നവരും അടുത്ത പ്രാവശ്യം വരെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. വിഘടിപ്പിച്ച് ഭരിക്കാൻ മതം, ദൈവം ഇത് മുന്നോട്ട് വെക്കുകയാണ്. ഇതിൽ വീണ് വെറുമൊരു അടിമകളായി നമ്മൾ മാറുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇനിയെങ്കിലും മുന്നോട്ടുള്ള നല്ലൊരു നാളേക്ക് വേണ്ടി മതമെന്ന തീക്ഷ്ണ ചിന്ത മാറ്റിവെച്ച് മനുഷ്യനെ മനസ്സിലാക്കുന്ന രീതിയിൽ ചിന്തിച്ച് ജീവിക്കുക.